ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു പുൽക്കൂടാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചേട്ടൻ്റെ പഴയൊരു റെയിൻ കോട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് നിലത്ത് വിരിച്ചു. അതിന് മുകളിൽ മണ്ണ് പരത്തിയിടുക. ഇന്നിവിടെ ഞാൻ മുളപ്പിക്കാൻ പോകുന്നത് കടുകാണ്. തേനയേക്കാൾ എനിക്കിഷ്ടം കടുകാണ്. ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത കടുകാണ് ഞാനിവിടെ പാകാനായിട്ട് യൂസ് ചെയ്യുന്നത്. കടുക് മുഴുവൻ ഞാൻ മണ്ണിൽ പാകി. അതിൻ്റെ ഇടയിൽ വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വഴിയിലൊന്നും ഞാൻ കടുക് പാകിയിട്ടില്ല. രാവിലെയും വൈകുന്നേരവും തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. 3-ാം ദിവസം എനിക്ക് മുള പൊട്ടി വന്നു കടുക്. എല്ലായിടത്തും ഇല്ല, അങ്ങിങ്ങായിട്ട് മാത്രം. അതിനുശേഷം പുൽക്കൂടിനൊരു ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഉള്ളത് എനിക്ക് മെറ്റലാണ്. അപ്പം മെറ്റൽ വെച്ചിട്ട് തന്നെ ഞാൻ ബോർഡർ കൊടുത്തു. ഒരുപാട് തിക്നെസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. 1 by 1 ആയിട്ടാണ് ഞാൻ മെറ്റൽ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ചുറ്റും ഞാൻ കവർ ചെയ്തെടുത്തു. കവർ ചെയ്തതിന് ശേഷമുള്ള പുൽക്കൂടിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വഴിയൊരുക്കാം. വഴിയൊരുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്തലാണ്. ഇത്തൽ 2 വരികളിൽ ആയിട്ടാണ് ഞാൻ ഇത്തൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയ സമയത്ത് 4 ലൈനായിട്ടാണ് കൊടുത്തിരുന്നത് വെച്ചത്. അതായിരുന്നു എനിക്ക് ഇത്രയും കൂടി ഭംഗിയായിട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതിനും ഭംഗിക്കുറവൊന്നുമില്ല, കാരണം ഇത്തൽ എനിക്ക് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 2 ലൈനാക്കി മാത്രം കൊടുത്തത്. നമ്മുടെ കടുകൊക്കെ മുളച്ചു, നല്ല വലിയ ഇലകളും നല്ല നീളവും വെച്ചിട്ടുണ്ട്. വഴിയും നമ്മുടെ ബോർഡറും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്തിരിയും കൂടി കാണാനായിട്ട് ഭംഗിയായി നമ്മുടെ പുൽക്കൂട്. ഇത്തിരി കൂടി ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് പാറക്കൂട്ടങ്ങൾ ഉണ്ടാക്കാം. പാറക്കൂട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് മുട്ടത്തൊണ്ടിൽ നമുക്ക് ബ്രൗൺ കളറിലെ സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്യാം. എല്ലാ മുട്ടത്തൊണ്ടും ഇതേപോലെ തന്നെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. എല്ലാ മുട്ടത്തൊണ്ടും കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പുൽക്കൂട്ടിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം 2 എണ്ണമായിട്ടോ 3 എണ്ണമായിട്ടോ അല്ലെങ്കിൽ 4 എണ്ണമായിട്ടോ ഒറ്റയ്ക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ മുട്ടത്തോടുകൾ പാറക്കൂട്ടങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. എൻ്റെ കടുക് എല്ലായിടത്തും മുളച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കടുക് മുളക്കാത്ത ഭാഗങ്ങൾ നോക്കിയാണ് ഞാൻ മുട്ടത്തോടുകൾ വെക്കുന്നത്. ഞാൻ ആദ്യം 4 എണ്ണം വെച്ചു. അതിന് ശേഷം 2 എണ്ണം. അതിനുള്ള ഗ്യാപ്പേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ 2 എണ്ണം വെച്ചു കൊടുത്തത്. പിന്നെ 3 എണ്ണം വെച്ചു. നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ. ഞാനപ്പോൾ ചുറ്റും നോക്കിയാൽ എവിടെയൊക്കെയാണ് ഈ പാറക്കൂട്ടങ്ങൾ വെക്കാനായിട്ട് ഗ്യാപ്പുള്ളതെന്ന്. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് മുട്ടത്തോടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ളതുപോലെ ഞാൻ എല്ലായിടവും അറേഞ്ച് ചെയ്ത് വെച്ചു. മുട്ടത്തോടിന് ഈ ബ്രൗൺ കളർ അടിച്ച് അപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട്. അത് പുൽക്കൂട്ടിൽ പ്ലേസ് ചെയ്തപ്പോഴാണ് ഇത്തിരി കൂടി ഭംഗിയായത്. പച്ചിലകൾക്കിടയിൽ ഒരു ബ്രൗൺ കളറിലെ ഒരു മുട്ടത്തോടും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിന്. അങ്ങനെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിന് ശേഷമുള്ള പുൽക്കൂടിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. ഇനി നമുക്ക് പുൽക്കൂട് വെക്കാം. ശരിക്കും നമ്മൾ പുൽക്കൂടായിട്ടില്ലല്ലോ, ഇപ്പോഴാണ് ശരിക്കൊരു പുൽക്കൂടായത്. ഇത് വളരെ പഴയൊരു പുൽക്കൂടാണേ.
അത് കൊറോണ സമയത്ത് മേടിച്ചതാണ്. കൊറോണ സമയത്താണോ കൊറോണയ്ക്ക് മുമ്പാണോ എന്നറിയാൻ പാടില്ല, അത്രയും പഴക്കമുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തല പറക്കാൻ പോയപ്പോൾ ഒരു ശംഖ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പുൽക്കൂടിന് വലതുവശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കിണറുണ്ടാക്കാം. കിണറുണ്ടാക്കാനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്, അതായത് കപ്പൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അത് ചിരട്ടയ്ക്ക് ചുറ്റുമായിട്ട് കവർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ചിരട്ടയ്ക്ക് ഒപ്പം തന്നെ അത് കട്ട് ചെയ്യുക, ആ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്ത് വന്നപ്പോൾ കിണർ കുളമായി. അപ്പോൾ ഇനി ഒരു കുളവും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ 2 കുളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുളത്തിലേക്ക് വെള്ളത്തിനായിട്ട് ഞാൻ ഒരു വെള്ള പേപ്പറിൽ, ഞാനല്ല എൻ്റെ മോനാണ് കേട്ടോ, വെള്ള പേപ്പറിൽ ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് ഫുൾ അടിച്ചു. എന്നിട്ട് അത് പിച്ചി ആണ് ഇതിലിട്ടേക്കുന്നത്. വെള്ളത്തിന് പകരം ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 എണ്ണം, ഒരെണ്ണത്തിൽ തിന്നായിട്ടുള്ള പേപ്പറും ഒരെണ്ണത്തിൽ തിക്കായിട്ടുള്ള പേപ്പറുമാണ്. അപ്പോൾ ആദ്യത്തെ കുളത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ അത് നന്നായിട്ട് കുതിർന്നു, ലൈക്ക് എ പോണ്ട്. പക്ഷേ ഇത് രണ്ടാമത്തെ കുളം കാണാനായിട്ട് ശരിക്കൊരു കുളത്തിൻ്റെ പോലെ ഇല്ല. കാരണം വെച്ചാൽ പേപ്പറൊന്നും കുതിരുന്നില്ല, കട്ടിയുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ കുളമൊക്കെ കൊണ്ടുപോയി പുൽക്കൂടിൽ വെക്കാം, അറേഞ്ച് ചെയ്ത് വെക്കാം. പുൽക്കൂടിന് ഫ്രണ്ടിലായിട്ട് ഞാനൊരു കുളം വെച്ചു. 2ഉം വെക്കാമെന്നാണ് കരുതിയത്. പക്ഷേ 2ഉം കൂടി ഒരുമിച്ച് വേണ്ട എന്ന് തോന്നിയതുകൊണ്ട് പുൽക്കൂടിന് വലതുവശത്തായിട്ട് ശംഖിനടുത്ത്, അവിടുത്തെ ശംഖിരിക്കണുണ്ടോ, ആ ശംഖിന് തൊട്ടടുത്തായിട്ട് ഞാൻ രണ്ടാമത്തെ കുളം ഞാൻ വെച്ച് കൊടുത്തു. കുളവും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് ലുക്ക്. ഇതിന് ശേഷം നമുക്ക് ഉണ്ണിയേശുവിനെയും മാതാവിനെയും പിതാവിനെയും ആടിനെയും എല്ലാവരെയും വെക്കണ്ടേ. അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കടുകലയ്ക്കുള്ളിലാണ് ഉണ്ണിയേശു ഇരിക്കുന്നത്. കടുകല ഇത്തിരി വലുതായതുകൊണ്ട് ഉണ്ണിയേശുവിനെ കാണാൻ പറ്റുന്നില്ല. സൂക്ഷിച്ച് നോക്കണം ഉണ്ണിയേശുവിനെ കാണണമെങ്കിൽ. എല്ലാവരെയും ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പുൽക്കൂട് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലായിടത്തു നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പുൽക്കൂടിൻ്റെ ഭംഗി കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, ബൈ.